ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയില്ല, കുറച്ചായപ്പോഴാണ് ഞാൻ ആലോചിച്ച് വീഡിയോ എടുക്കണ്ടേ. കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇനി കുക്കിംഗ് വീഡിയോസൊക്കെ വരുവാന്ന്. അപ്പോൾ ഇന്ന് തക്കാളിച്ചോറാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ. അതുകൊണ്ട് തക്കാളിച്ചോറ് അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വിടാം. കിച്ചണിലിതേ എല്ലാം കുറച്ചായിട്ടുണ്ട്. ചോറൊക്കെ അടുപ്പിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ഇതേ സവാള കരിയുമാണ്. സവാളയുടെ തൊലിയും പൊളിച്ചിട്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയതാണ്. എന്തായാലും ഇതേ അടുത്ത സവാള ഇത് രണ്ടാമത്തെ അല്ലേ, മൂന്നാമത്തെ കഷ്ണം, രണ്ടാമത്തെ സവാളയാണ്. ഈ സവാള മൊത്തം അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചോറിനകത്ത് 3 മുട്ട ഇടും. ഒരെണ്ണം ഉള്ളായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജിൽ. പക്ഷേ നമ്മളെന്തോ ഇതെന്നറിയാം, അങ്ങ് കോഴിക്കൂട്ടി പോയിട്ട് നമ്മൾ 3 മുട്ട എടുത്ത്, അതെ കോഴിക്കൂട്ടി പോയിട്ട് നമ്മൾ 3 മുട്ട എടുത്തുകൊണ്ട് വന്നതാണ്. ഒരെണ്ണം ഉള്ളായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൊണ്ട് തികയാത്ത കൊണ്ടാണ് നമ്മൾ 3 എണ്ണം എടുത്തത്. അത് നല്ലോണം സവാള അരിഞ്ഞെടുത്ത് ഇതിങ്ങനെ കിടക്കുന്നതാണ്. അത് ഇങ്ങനെ ആക്കുമ്പോൾ അതങ്ങ് സെറ്റാവും. കാരണം പാപ്പം തിന്ന് നോക്കാം. അപ്പോൾ ഗ്യാസ് നമ്മൾ ചേച്ചി അരിയുന്നതിൻ്റെ അകത്തുനിന്ന് ഞാൻ ചേച്ചി അറിയാതെ സവാള കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സവാള തിന്നണം. കാരണം ഉപ്പിട്ട് തിന്നാനാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അയ്യോ അപ്പോൾ ഇത് ചോറിനായിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. ഇനി സലാഡിന് വേണ്ടിയുള്ള സവാള അരിയുവാണ്. എൻ്റെ കണ്ണ് വീട്ടിൽ നീറുവാണ്. അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞിട്ട് അതിൽ നാരങ്ങയും പിന്നെ കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കും. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തൈര് വെച്ചാൽ എടുക്കുന്നത്. ഇന്ന് തൈരില്ലായിരുന്നു, അത് അമ്മ മോരുകറിക്ക് വേണ്ടി എടുത്തു. അപ്പോൾ മോരുകറിക്ക് വേണ്ടി എടുത്തത് കൊണ്ട് നമുക്ക് തൈരില്ല. അതുമല്ല തൈര് നമ്മൾ എപ്പോഴും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ഗ്യാസ്, അതുകൊണ്ടാണ്. അതെ ഗ്യാസ്, നമ്മൾ സലാഡിന് വേണ്ടിയുള്ള സവാള റെഡി, നമ്മുടെ ചോറിന് വേണ്ടിയുള്ള സവാളയും റെഡി. അത് കുറച്ചുകൂടെ ഒരു സവാളയുടെ സൈഡ് ഹാഫ് പോർഷൻ കൂടെ എടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ കിടന്ന് നല്ല തിളയ്ക്കുന്നു. അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ചൂടില്ലേ, ഇതിൻ്റെ ചൂട് എൻ്റെ ദേഹത്തടിക്കും. എൻ്റെ കണ്ണൊക്കെ നീറുന്നു. നമ്മളിത് നല്ല അടിപൊളി പച്ചമുളക് എടുത്തു. എരിവില്ലാത്ത പച്ചമുളക്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി. നാരങ്ങ മുറിക്കുന്നില്ലേ? 2 പച്ചമുളകോ? അതങ്ങ അപ്പം നമ്മളിത് ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി. കാരണം അതിൻ്റെ അകത്ത് തികയത്തില്ല ഇത് ഇത്ര. ഉപ്പ് ഉപ്പ് ഇന്നാ ഉപ്പ്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അടപ്പ് വെച്ച് അടച്ചങ്ങ് വെക്കുവാണ്. നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മിക്സ് ആക്കും. ഇത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. മുമ്പേ അല്ലാതെ പച്ചസവാള തിന്നാൻ പോയതല്ലേ, അതൊരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. ഇത് കൊള്ളാവോ? തിന്നു കൊള്ളാവോ? ഉപ്പില്ലേ? ഇവിടെ മിക്സ് ആക്കിയിട്ട് എല്ലാം സെറ്റാക്കി എനിക്ക് തരുമോ ഒരു പീസ്? നോക്കട്ടെ. എനിക്കൂടെ ഇതിനി തിന്ന് നോക്കാം ഗ്യാസ്. ഇതേ ഗ്യാസ് നല്ലോണം തിളച്ചെടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത് അടച്ച് വെക്കുവാണ് ഒരു 5 മിനിറ്റ്.
നമ്മൾ എല്ലാ സലാഡായിട്ട് ഇതുണ്ടോ, ഇതാണ് ഇനി തിന്നാൻ പോകുന്നത്. പച്ചയല്ല, ചെറിയൊരു എരിവുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വരിക പക്ഷെ കൊള്ളാം, അടിപൊളി. അതെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇത് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി അരിഞ്ഞിടുവാണ്. ഒരു കുറച്ച് ഈ ചട്നിക്ക് എത്ര തക്കാളി ഇടുക? 2-3 ഇടുമായിരിക്കും അല്ലേ? വീട്ടിലെ എണ്ണ നോക്കിയിട്ടുണ്ട്, അളവ് കണ്ടിട്ട്. ഒരു നാരങ്ങ കൂടെ എണ്ണം അപ്പം 3 തക്കാളി ഉണ്ടായിരുന്നു. 1.5 തക്കാളി ചട്നിക്ക്, 1.5 തക്കാളി ചോറിനും. അതെ, അരിഞ്ഞെല്ലാം സെറ്റൊക്കെ വെച്ചേക്കാണ്. നാരങ്ങ പിഴിയാൻ പോവാണ്. അതെ, ഇപ്പോഴേ പിഴിയുന്നില്ല, നമ്മൾ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അതേ നെക്സ്റ്റ് മുളക് മുറിച്ചിടുവാണ്. മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ഇതിന് എരിവ് ഇല്ലാത്ത മുളകാണ്, പക്ഷെ ഇതിന് എരിവുണ്ട്. പക്ഷെ കുറച്ച് എരിവേ ഉള്ളൂ, പക്ഷെ കൊള്ളാം, അടിപൊളിയായിരുന്നു. അതെ, തക്കാളി ചട്നിക്കകത്തിടുന്ന തക്കാളി, ഉപ്പ്, മുളക് ഇത്ര മതിയോ? ഇനി അരച്ച് കഴിയുമ്പോൾ നാരങ്ങ നീര്. ഇനി അരച്ച് കഴിയുമ്പോൾ നാരങ്ങ നീരൂടെ. ഇവിടെ തക്കാളി അരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നിങ്ങോട്ട് മാറി ഇന്നതാണ്. നമ്മൾ ഇത് കുറച്ച് അരച്ചിട്ട് കുറച്ച് മാറ്റിയിട്ട് ഒന്നുകൂടെ അരയ്ക്കാൻ പോകും, കാരണം അരയുന്നില്ല എല്ലാം കൂടെ ആയപ്പോൾ. ഈ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പാത്രം. അവിടെ വീണ്ടും അരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 പാത്രത്തിൽ ഒഴിക്കും. 2 പാത്രത്തിൽ അല്ല, ഇത് നന്നായിട്ട് അരഞ്ഞ ഇച്ചിരി അരിയാനുണ്ട്. അപ്പോൾ ഇത് ചൂട് അരയാണ് ആദ്യത്തെ. ഇത് നല്ലോണം അരഞ്ഞു. മുളകിൻ്റെ ക്രാണം അടിക്കുന്നു. 2 മുളക് ഇട്ടല്ലേ. ഇനി ഇതും അരച്ചെടുക്കണം. അപ്പോൾ അരച്ചിട്ടുണ്ട്. ഇനി രണ്ടുകൂടെ ഒരു സാധനമാണ് 2 പാത്രത്തിലായിരുന്നു ഇട്ടെ. അത് അരഞ്ഞതും അരയാത്തതുമായിരുന്നു, അതുകൊണ്ടാണ് 2 പാത്രത്തിലിട്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് നാരങ്ങ നീര് പിഴിയാൻ പോവാണ്. ഇതിൻ്റെ അകത്തോട്ട് നാരങ്ങ നീരിനെ പിഴിഞ്ഞൊഴിക്കണം. നമ്മുടെ ഇവിടെ നാരങ്ങ മരം ഉള്ളതും കൊണ്ട് നാരകം ഉള്ളതും കൊണ്ട് നമുക്ക് നല്ല നാരങ്ങ കിട്ടും. വീട്ടിലേക്കുള്ളത് നമ്മൾ ഇനി നല്ലോണം ഇളക്കണം. എന്താ ഇങ്ങനെ ഫോണിൽ വലിയ കളറൊന്നുമില്ല, പക്ഷെ ഒറിജിനലായിട്ടൊരു ഓറഞ്ച് കളർ പോലെ ഉണ്ട് അല്ലേ? മറ്റേ കളർ കുറവാണ്. നമ്മൾ സാധാരണ എടുക്കുന്നതിന് കളറൊക്കെ ഉള്ളതാണ്, ഇതിന് കളറില്ലാത്തതാണ്. തക്കാളിക്ക് കളർ കുറവാണ്. മിക്സ് കൊള്ളാവോ? അടിപൊളിയാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനോട് ടേസ്റ്റ് പുളിക്കുറവുണ്ട്. ഇതേ കുറച്ചുകൂടെ നാരങ്ങ നീര് ഒഴിക്കുവാണ്. മിക്സ് കൊള്ളാവോ? എനിക്ക് ഞാൻ അങ്ങനെ തക്കാളി വെച്ചുള്ള വിഭവം ഒന്നും കൂട്ടാറില്ല, പക്ഷെ ഇതെന്തോ ഒരാഗ്രഹം. നോക്കാം. ഇപ്പോഴത്തെ ഗ്യാസ് നമ്മൾ ചോറ് വെന്തോ നോക്കണം. ഒരെണ്ണം കയ്യിലോട്ടിട്ടെ ഞാൻ നോക്കാം വെന്തോന്ന്. ഒരെണ്ണം ഞാൻ വെന്തോന്ന് നോക്കി. ചൂടാ അല്ല, എൻ്റെ കൈ പൊള്ളു. കുറച്ചുകൂടെ വെള്ളമുണ്ട്. ഇനി എന്താ അടുത്ത പണി? വീണ്ടും തീ ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തത്
തക്കാളി ചോറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ ഒരു തക്കാളിക്ക് ചോറിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ അരിയുന്നതെന്ന്. ഇത് നമ്മൾ എങ്ങനെയൊക്കെ അരിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് അരച്ചെടുത്ത് തക്കാളി ചോറിനകത്ത് ഒഴിക്കുക. അതാണ് ഒന്നുകൂടെ നല്ലത്. കാരണം ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് തക്കാളി ഇഷ്ടമല്ലല്ലോ. ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചി പിടിച്ച ഒരു പ്രയോഗമാണിത്. തക്കാളി അരച്ചിട്ട് ചോറിൻ്റെ കൂടെ ഇടുക. മിക്സിയിലോട്ട് ഇടാം. അതെ മിക്സിയിലോട്ട് അരിഞ്ഞതങ്ങ് ഇടുവാണ്. ലാസ്റ്റ് വേണം മൂന്നാമത്തെ തക്കാളി ആണ് ഇടുന്നത്. തലമുടി എണ്ണ തേച്ചേക്കൊണ്ട് ഷാമ്പു ഇട്ടേ കൊണ്ട് പറന്ന് കിടക്കുന്നു. ഞാനാണ് തലമുടി കെട്ടി വെക്കാനും മറന്നുപോയി. നെക്സ്റ്റ് ഇനിയും അരച്ചിട്ട് കാണാവേ. മാറ്റി വെക്കാം. സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നോക്കാം. സ്പൂൺ നോക്കാം. വീഡിയോ എടുക്കുമോ? അത് പോയി അരച്ചിട്ടോ. നമ്മുടെ ചോറൊക്കെ വെന്തായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാ അറിയാം, ഇങ്ങനെ ഒരു അരിപ്പപാത്രം എടുത്തിട്ട് അതിലോട്ട് ചോറ് അങ്ങോട്ടിടും. അതിൻ്റെ ഉള്ള വെള്ളം അടിയിൽ നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ചോറ് വെച്ചേക്കുന്നത്. അപ്പോൾ ബക്കറ്റിലോട്ട് വീഴുന്നോളും വെള്ളം. ഇനിയാണ് നമ്മൾ ബാക്കി പരിപാടി ആരംഭിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അടുത്ത് എണ്ണ ഒഴിക്കാം. വെള്ളം പറ്റിയില്ല കേട്ടോ. അപ്പോൾ വെള്ളം വറ്റട്ടെ. ചോറിൻ്റെ വെള്ളമാണ്, വെള്ളം വറ്റണം. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നെക്സ്റ്റ് സവാള ഇടാൻ പോവാണ്. നോക്കാം. നമ്മൾ സവാള വഴറ്റണം. സവാള വഴറ്റിയതാണ്. സവാള നല്ലവണ്ണം വഴറ്റാക്കണം. ഇത് വഴണ്ട് വരാൻ കുറേ നേരം എടുക്കും. അപ്പം നിങ്ങളെ ലാഗ് അടുപ്പിക്കണ്ടെന്ന് കരുതി പറയുക. ഇനി ഇത് വഴണ്ടിട്ട് നമുക്ക് കാണാം. അതെ ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കണം. ഇനി ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇളക്കുവാണ് ചെയ്യുന്നത്. ഇനി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്യാസ് നമ്മളുടെ സവാള ഇവിടെ വഴണ്ടിട്ടുണ്ട്. തക്കാളി ചട്നി ചട്നിയല്ല, തക്കാളി അരച്ചത്. പിന്നെ അപ്പോൾ തക്കാളി അരച്ചത് ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കണം. ഇങ്ങനെയാണ് ഞങ്ങൾ തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്.
വഴണോ? വഴണോ? സവാളൊന്നും വഴണ്ട. അപ്പം നമ്മളിത് നെക്സ്റ്റ് ആയിട്ട് കമ്പും കോലും ഇടാൻ എടുത്ത് വെക്കുക. എടുത്ത് വെക്കുന്നുണ്ട്. ഇതെന്ത് ഏല? ഗ്രാമ്പൂൻ്റെ ഇലയോ? അപ്പോൾ നമുക്ക് മസാലക്കൂട്ടൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്നാണ് ഈ കുരു, ഈ കാണുന്ന കുരു ഇല്ലേ, ഈ മുട്ട പോലത്തെ സാധനം. ഇതെന്തുവാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാണ് ഗൈസ്. അവിടെ അത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതേ ഗൈസ് നമ്മൾ മിക്സൊക്കെ ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതേ ഗൈസ് നമ്മൾ അടുത്ത മുട്ടയിടൽ ചടങ്ങാണ്. അപ്പോൾ അതേ ഗൈസ് ഒന്നാമത്തെ മുട്ടയാണ്. മുട്ട ഇടുക. അത് ആവുന്നതിന് മുമ്പ് വേഗം നല്ലോണം എല്ലാം കൂടെ പിടിച്ച് ഒന്ന് മിക്സാക്കി എടുക്കണേ കേട്ടോ. അല്ലെങ്കിൽ അത് സെറ്റ് ആവത്തില്ല മുട്ട ഇടുന്നത്. അപ്പോൾ ദേ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കാൻ പോകുന്നത്. നല്ല 3 മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധനം ഇവിടെ ഇളക്കുവാണ്. നല്ല പണി. ചേച്ചിയാണ് ഇളക്കുന്നത്. ഒറിജിനലായിട്ട് കാണുമ്പോൾ കറക്റ്റ് കളറ് ഇതിൻ്റെ അകത്തൊരു എന്തോ പോലെ തോന്നുന്നു. ശകല ഉപ്പിടുവാണത്. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു. ചോറിന് ഉപ്പ് കുറവായതുകൊണ്ട് ഇതിന് ഉപ്പിടുവാണ് നമ്മൾ കുറച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ചടങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ചോറിടൽ ചടങ്ങാണ് അടുത്ത. നമുക്ക് ചോറിട്ട് കൊടുക്കാം. കുറച്ച് ഒരു തവി ഇടുക, ഇളക്കുക, ഒരു തവി ഇടുക, ഇളക്കുക. എന്നാലേ എല്ലാത്തേക്കും നല്ലോണം പിടിക്കത്തുള്ളൂ ഗൈസ്. ഇതിനെയും ഇളക്കിയിട്ട് കാണാം. അതേ ഗൈസ് നമ്മൾ ഫുള്ളായിട്ട് ചോറങ്ങിച്ചുവാണ്. അപ്പം അതേ ഗൈസ് നമ്മൾ ചോറെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അടീന്നെടുത്ത് ഇളക്കണമേ. അപ്പോൾ അടിയിലാണ് എല്ലാം കിടക്കുന്നത് കൊണ്ട് നല്ലോണം ഒരുപാട് ചോറുള്ളത് കൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി ഞാൻ ഏൽപ്പിച്ചു അത് ഇളക്കാൻ. ഒരുപാട് ചോറുള്ളത് കൊണ്ട് നല്ല കട്ടിക്ക് ഇളക്കണം. അതുകൊണ്ട് ആണ് ചേച്ചിയുടെ കൊടുത്തത്. അപ്പം ഇനി ഇത് ഇളക്കുവാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. തക്കാളിക്ക് വലിയ കളറില്ലാത്തത് കൊണ്ട് ചോറിന് വലിയ കളറില്ല കേട്ടോ. സാധാരണ ഇതിനേക്കാളും കുറച്ചുകൂടെ കളറ് വരുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം. ശരിയാ പറഞ്ഞേ, ക്യാമറയ്ക്കകത്ത് തീരെ കളറില്ല. ഇത് റെഡിയാക്കിയിട്ടുണ്ട്. കൊള്ളാവോ? അടിപൊളിയാണോ? ഇത് എനിക്കിവിടെ തിരിച്ചു കൂടി. അടിപൊളി ടേസ്റ്റ്. കിടിലെന്ന് പറഞ്ഞാൽ കിടില. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.